വിവിധ വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനീതമായ നമസ്കാരം. ഇന്നിങ്ങനെയൊരു ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായ സംഘാടകർക്ക് അനുമോദനങ്ങളും ഒപ്പം ഈ വളർന്നു വരുന്ന ഒരു തലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ ആത്മാർത്ഥമായ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ലഹരി എന്നത് സമൂഹത്തെ കോർന്നു തിന്നുന്ന ഒരു അഭൂതമായി മാറിയിട്ട് കുറച്ച് നാളുകളായി. മദ്യം, കഞ്ചാവ് എന്നൊക്കെയുള്ള പഴച്ചൻ പേരുകൾ വിട്ട് MDMA, സിന്തറ്റിക് ഡ്രഗ്സ് എന്നൊക്കെയുള്ള ന്യൂജൻ പേരുകൾ സ്വീകരിച്ച് സർവത്ര വ്യാപകമായി കൊണ്ടിരിക്കുന്നു ലഹരി. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ പോലും ഇത്തരം ലഹരിക്ക് അടിമകളായിക്കൊണ്ടിരിക്കുന്നു എന്നത് വാർത്തയിലെ പുതിയ കാര്യം അല്ലാതായിരിക്കുന്നു. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെ പറ്റി ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം. എങ്കിലും നൈമിഷിക സുഖം തേടി ലഹരി എന്ന മാരക വിപത്തിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ലഹരി ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അത് ബാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആ വ്യക്തിയുടെ കുടുംബത്തെയും പിന്നെ ആ വ്യക്തിയുടെ സമൂഹത്തെയും ഒടുവിൽ ആ വ്യക്തിയുടെ രാജ്യത്തെ പോലും നശിപ്പിക്കാൻ തക്ക മാരകമാണ് ലഹരി. നമ്മൾ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന കാഴ്ചകളും കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വാർത്തകളുമാണ് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അമ്മ, അച്ഛൻ, സഹോദരി, സഹോദരൻ, മകൻ, മകൾ എന്നൊക്കെയുള്ള വികാരം ലഹരി പയത്തിൽ ഇല്ലാതാകുന്നു. അമ്മയെ കൊല്ലുന്ന മകനും മകനെ കൊല്ലുന്ന അച്ഛനും സഹോദരിയെ തിരിച്ചറിയാൻ സാധിക്കാത്ത സഹോദരമാണ് ഇന്നിന്റെ പ്രതീകമായി നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നത്. ലഹരിയുടെ കെണിയിലേക്ക് കുട്ടികളെ വീഴ്ത്തുന്നതിനായി ഒരു വലിയ സംഘം തന്നെ വല വിരിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് ആകർഷണം നൽകുന്നതിനായി അവർക്ക് ഇഷ്ടമുള്ള മിഠായിയും ഐസ്ക്രീമിലും പലതും ലഹരിയുടെ വിതരണം ചെയ്യുന്ന മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നാം ലഹരി ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് കാണുമ്പോൾ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി സ്റ്റാമ്പ് വഴിയും സ്പ്രേ വഴിയും ഇവ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മളും സമൂഹവും അധികാരികളും ഒരുമിച്ച് നിന്ന് ലഹരിക്കെതിരെ പോരാടിയാൽ നമുക്ക് അതിനെ തുരത്താൻ കഴിയും. ഇന്ന് ഈ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ദൈവഭയമില്ലായ്മ, ഗുരുനിന്ദ, മാതാപിതാക്കളോടും മുതിർന്നവരോടും ബഹുമാന്യമില്ലായ്മ ഇവയൊക്കെയാണ് ഈ തലമുറയുടെ മുഖമുദ്രകൾ. ഇവയിൽ നിന്ന് നാം മാറി നിൽക്കേണ്ടിയിരിക്കുന്നു. സമൂല്യമായ മാറ്റം അനിവാര്യമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ട ലഹരിയുടെ ഹരം. ലഹരിയിൽ തുടക്കം, മരണത്തിൽ ഒടുക്കം എന്ന വാക്യം നമുക്ക് ഓർമ്മിക്കാം. ജീവിതമാകട്ടെ നമ്മുടെ ലഹരി. നമുക്ക് ലഹരിക്കെതിരെ പോരാടാം, കൈകോർത്ത് നിൽക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.